ഓഹരി വിപണിയിൽ പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എപ്പോഴും കേൾക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളാണ് വാല്യൂ ഇൻവെസ്റ്റിംഗും ഗ്രോത്ത് ഇൻവെസ്റ്റിംഗും. അങ്ങനെയുള്ളവർക്ക് വലിയ ടെൻഷനുകളൊന്നുമില്ലാതെ ദിവസേന വിപണി ശ്രദ്ധിക്കാതെ തന്നെ ദീർഘകാലത്തിൽ വലിയൊരു സമ്പത്ത് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വിപണിയിൽ നമ്മൾ സംസാരിക്കുന്നത്. കേൾക്കുമ്പോൾ ലളിതമായിട്ട് തോന്നുമെങ്കിലും വലിയ വലിയ നിക്ഷേപകർ പോലും പയറ്റുന്ന അല്ലെങ്കിൽ വിപണിയിലെ ആ രഹസ്യതന്ത്രം എന്താണെന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിലാക്കാം. ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റായ സനൽ സാറാണ്. നമുക്ക് അദ്ദേഹത്തെ വെൽക്കം ചെയ്യാം. സർ, നമ്മൾ ഈ വാല്യൂ ഇൻവെസ്റ്റിംഗും ഗ്രോത്ത് ഇൻവെസ്റ്റിംഗും ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് കോഫി ക്യാൻ ഇൻവെസ്റ്റിംഗ് എന്ന് പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു കൊടുക്കോ? ഈ സ്റ്റോക്ക് മാർക്കറ്റും കോഫി ക്യാനും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഈ കോഫി ക്യാൻ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ അമേരിക്കയിലെ ഒരു കാലഘട്ടത്തിൽ, ബാങ്കുകളൊന്നും അത്ര സജീവമല്ലാത്തൊരു കാലഘട്ടത്തിൽ അവിടെ ആളുകൾ അവരുടെ വാല്യുബിൾസ് എല്ലാം സൂക്ഷിച്ച് വെച്ചിരുന്നത് കോഫി ക്യാനിലാണ്. എന്നിട്ട് അവരത് തട്ടുംപുറത്തോ അല്ലെങ്കിൽ മാട്രസിൻ്റെ അടിയിലോ എല്ലാം കീപ്പ് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ മലയാളത്തിലുള്ള ചൊല്ലുണ്ടല്ലോ, സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാന്ന് പറഞ്ഞ ആ കൺസെപ്റ്റ് നമ്മൾ മലയാളത്തിലാകുമ്പോൾ അത് ഇങ്ങനെ പറയും. മറ്റേതിൽ കോഫി ക്യാനായിട്ട് അവർ അന്ന് കാലത്ത് കോഫി ക്യാനിൽ സൂക്ഷിച്ച് അവരുടെ സേഫായിട്ടൊരു സ്ഥലത്ത് എടുത്തു വയ്ക്കും. അവരറിയാത്തൊരു സ്ഥലത്ത് എടുത്തു വയ്ക്കും. പിന്നീട് 8-10 വർഷങ്ങൾ കഴിഞ്ഞാൽ ആവശ്യം നേരത്താണ് അത് തുറന്നെടുക്കാറുള്ളത്. ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഈ കോഫി ക്യാൻ ഇൻവെസ്റ്റിംഗ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. യഥാർത്ഥത്തിൽ അത് നമ്മൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് അത് യൂസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ, ഇപ്പോൾ നമുക്കെല്ലാം അറിയാം, പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഇൻഫോസൊക്കെ പണ്ട് ഇത്ര രൂപയായിരുന്നു, ഇപ്പോൾ വളരെ വില കൂടി ഇത്രത്തോളം എത്തിയിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ഒരു 100 ഇൻഫോസ് വാങ്ങിയിട്ട് ഇന്ന് കോടീശ്വരനാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പലപ്പോഴും പ്രാക്ടിക്കൽ സെൻസിലെ ആൾക്കാർ ഇതാക്കാറില്ല, ചെയ്തു വരാറില്ല. അപ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി കമ്പനികൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ് കിടക്കുന്ന സമയത്ത് നമ്മൾ വാങ്ങി അത് 8-10-20 വർഷത്തിന് വേണ്ടി കീപ്പ് ചെയ്ത് വെക്കുന്ന ഒരു കൺസെപ്റ്റാണ് ശരിക്കും കോഫി ക്യാൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കോഫി ക്യാൻ ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസിസിൽ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിയിട്ട് ഒരു 10 വർഷം വെറുതെ അനക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് വളർന്ന് നമുക്ക് ഉദ്ദേശിച്ച ഒരു റിട്ടേൺ കിട്ടുമോ? അത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ എല്ലാ സ്റ്റോക്കും അങ്ങനെ നമുക്ക് കോഫി ക്യാനിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതിന് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. നല്ല കമ്പനികൾ വേണം. ആദ്യം തന്നെ നമ്മൾ സ്റ്റോക്ക് സെലക്ഷൻ തന്നെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയ. അതല്ലാതെ വളരെ മോശം ഒരു സ്റ്റോക്ക് വാങ്ങിയിട്ട് 10 വർഷം എടുത്തു വെച്ചാൽ ചിലപ്പോൾ ആ കമ്പനി തന്നെ 10 വർഷം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചില ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് നമ്മളിത് ഈ കോഫി ക്യാനിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ല കമ്പനികൾ ഐഡൻറ്റിഫൈ ചെയ്ത് സെലക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഈ കമ്പനിയുടെ സെയിൽസ്. ഇത് സെയിൽസാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത് ഫസ്റ്റത്തെ ഘടകം. ഈ എല്ലാ വർഷവും ഒരു 10 വർഷത്തെ ചരിത്രം നോക്കുക. എല്ലാ വർഷവും ഏറ്റവും ചുരുങ്ങിയത് ഒരു 10% സെയിൽസ് ഗ്രോത്ത്, കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് കൊടുക്കുന്ന കമ്പനിയാണോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് ഉണ്ട്, കൺഫേം ആയി അവിടെ ടിക്ക് മാർക്ക് ചെയ്തു. 2, ഈ കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് ഉണ്ടാവുന്നതിന് കൂടെ തന്നെ പ്രോഫിറ്റ് ഗ്രോത്തും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ ഓൾമോസ്റ്റ് 10% എബോവ് തന്നെ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഗ്രോത്ത് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നത്തെ നമ്മൾ നോക്കേണ്ടത് പ്രധാനമായിട്ടും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. അതായത് കമ്പനി ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡെപ്റ്റായിട്ടും ഇക്വിറ്റി ആയിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ കമ്പനി എത്ര % ഗ്രോത്ത് കൊടുക്കുന്നത്? അറ്റ്ലീസ്റ്റ് ഒരു 15% എബോവ് ഗ്രോത്ത് കൊടുക്കുന്ന, ROCE ഗ്രോത്ത് കൊടുക്കുന്ന കമ്പനി ആയിരിക്കണം നമ്മൾ അതിനുവേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ച് നമ്മൾ ഈ ROCE ഒരു ഘടകത്തിന് ആക്കി എടുക്കില്ല, പകരം റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് 15% ആക്കി നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ 15% ബാങ്കിങ് സെക്ടറിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി 15% അപ്പോൾ ഉള്ള കമ്പനിയാണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഡെപ്റ്റ്, കടം താരതമ്യേന കുറവുള്ള കമ്പനിയായിരിക്കും. അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഒരു 0.5%-നെല്ലാം കുറവുള്ള കമ്പനി ആയിരിക്കും നമ്മൾ ഇതിനു വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പ്രാക്ടിക്കൽ സെൻസിൽ വരുമ്പോൾ ചെറിയ മാറ്റങ്ങളെല്ലാം ഇതിൽ വരുത്തും. കാരണം ചിലപ്പോൾ ഇൻഡസ്ട്രി ആവറേജിനും കൂടി നമ്മൾ എടുക്കും, ഇൻഡസ്ട്രി ആവറേജിനേക്കാൾ താഴെയുള്ളത് എന്നൊരു കൺസെപ്റ്റിൽ എടുക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് നോക്കണം. പിന്നെ ഈ കമ്പനിക്ക് ഒരു മോട്ട് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്നെല്ലാം പറയുന്ന ഒരിത്. അപ്പോൾ ഒന്നെങ്കിൽ മാർക്കറ്റ് ലീഡർ ആയിരിക്കണം കമ്പനി, അല്ലെങ്കിൽ മൊണോപ്പൊളി എന്തായാലും സാധ്യതയില്ലെങ്കിൽ തന്നെ മാർക്കറ്റ് ലീഡർ ഒരു 40-50% ഒക്കെ എബോവ് മാർക്കറ്റ് ഷെയർ ആ ഇൻഡസ്ട്രി സെക്ടറിലുള്ള കമ്പനി സെലക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ മോട്ട് ഉണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പ്രൈസിങ് പവർ ഉണ്ടായിരിക്കണം എന്ന് പറയും. അതായത്
റോ മെറ്റീരിയലിൻ്റെ ഈ കമ്പനി പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായി യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയലിൻ്റെ പ്രൈസ് കൂടിയാലും അവരുടെ പ്രൊഡക്റ്റിന് വില കൂട്ടിയാലും അത് മറ്റേ കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റേ മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു മോട്ടുള്ള കമ്പനികളായിരിക്കണം ഇതിനു വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അപ്പോൾ ബോട്ടം ലെവലിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മളൊരു 10 വർഷത്തിനൊക്കെ ഇങ്ങനത്തെ കമ്പനികളാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ക്രൈറ്റീരിയ ഇതുണ്ടെങ്കിൽ നമ്മൾ ലോങ് ടൈമിലേക്ക് വേണ്ടി അതിനെ വാങ്ങിയിടുന്ന രീതിയാണ് ചെയ്യുന്നത്. അപ്പോൾ സർ, അപ്പോൾ ഈ നമുക്കിത് ടെക്നിക്കലി എത്രത്തോളം പ്രാക്ടിക്കലാണ്? അതായത് ഇന്നത്തെ കാലത്ത് നമുക്ക് നിറച്ച് നമ്മുടെ കയ്യിൽ ഫോണിൽ തന്നെ നമുക്ക് ആപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൈം അപ്ഡേറ്റ് ആയിട്ട് ലൈവായിട്ട് തന്നെ നമുക്ക് കാണാനും പറ്റും ഷെയറിൻ്റെ പ്രൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ 10 വർഷത്തേക്ക് ഒരു സ്റ്റോക്ക് വാങ്ങിയിട്ട് അത് ശ്രദ്ധിക്കാണ്ടിരിക്കുക എന്ന് പറയുന്നത് ശരിക്കും എത്രത്തോളം പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്? ശരിക്കും ഇപ്പോൾ നമ്മൾ എല്ലാവരുടെ മൊബൈൽ ആപ്പിലാണ് ട്രേഡിങ്. നേരത്തെയൊക്കെ ആണെങ്കിൽ ഷെയർ വാങ്ങി വെക്കുന്നു, ഫിസിക്കൽ ഷെയർസ് ആവും, അത് തന്നെ വിൽക്കണമെങ്കിൽ തന്നെ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമുക്കൊരൊറ്റ ക്ലിക്കിൽ തന്നെ ചെയ്യാം എന്ന് പറ്റുന്നതുകൊണ്ട് അതൊരു സൗകര്യമാണ്. അതേ സൗകര്യം നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചൊരു ദോഷമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ കോഫി ക്യാൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ നോക്കുന്നുണ്ട്, ലോങ് ടൈമിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി ആ സ്റ്റോക്ക് വിൽക്കാൻ നമ്മൾ ഇടം വരുത്തരുത്. അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് തന്നെയാണ് നല്ലത്. ഓക്കെ, അതിൽ ഷോർട്ട് ടൈം ട്രേഡിങ്ങിലേക്ക് യൂസ് ചെയ്യാതിരിക്കുക അക്കൗണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളത് ഒരുപാട് ശ്രദ്ധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടി സെപ്പറേറ്റ് അക്കൗണ്ട്, ഷോർട്ട് ടൈം ട്രേഡിങ്ങിന് സ്വിംഗ് ട്രേഡിങ്ങോ അല്ലെങ്കിൽ ഇതോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് അക്കൗണ്ടായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. സോ അപ്പോൾ നമ്മൾ കോഫി ക്യാൻ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പ്രോസും കോൺസും ഒക്കെ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ സർ പേഴ്സണലി ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്തിട്ടുണ്ടോ പേഴ്സണലായിട്ട്? ഏത് സെക്ടറിലാണ്, ഏതെങ്കിലും ഒരു സെക്ടർ ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സെക്ടർ പറയാൻ പറ്റുമോ? ഞാൻ പേഴ്സണലി കോഫി ക്യാൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ചെയ്യുന്നുണ്ട്. അത് ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ഒരു അക്കൗണ്ടാണ് ഞാൻ അതിന് വേണ്ടി കീപ്പ് ചെയ്തിരിക്കുന്നത്. സെക്ടർ വൈസ് ഞാൻ ഡൈവേഴ്സിഫൈഡ് ആയിട്ടാണ് ചെയ്യുന്നത്, ഒരു സെക്ടറായിട്ട് ചെയ്യുന്നത്. കാരണം കോഫി ക്യാൻ ചെയ്യുന്ന സമയം നമുക്കൊരു സെക്ടറായിട്ട് ചെയ്യുന്നത് അത്ര ഉചിതമായിരിക്കില്ല. എപ്പോഴും നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ പറയുന്നുണ്ട്. ഒരു 4-5 സെക്ടർ നമ്മൾ ലോങ് ടൈമിലേക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് അതിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, ഒറ്റ സെക്ടറായിട്ട് ചെയ്യാൻ പാടില്ല ശരിക്കും. പിന്നെ ആ ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിലേക്കും കൊടുക്കുന്നുണ്ട്. അസറ്റ് ക്ലാസ്സിലും ഡൈവേഴ്സിഫിക്കേഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ കേസിൽ തന്നെ നമ്മൾ അക്കൗണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ തനി അക്കൗണ്ട് അതിനുവേണ്ടി കീപ്പ് ചെയ്യുന്നു. ട്രേഡിങ്ങിനായിട്ട് നമ്മൾ വേറൊരു അക്കൗണ്ടാണ് യൂസ് ചെയ്യുക. യെസ്, അപ്പോൾ ഞാൻ ഈ സെക്ടർ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചത്, നമുക്ക് കമ്പനി സ്പെസിഫിക് ആയിട്ട് പറയാനുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചാൽ പോർട്ട്ഫോളിയോയിൽ ഈ ഒരു കോഫി ക്യാപ്പ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള സ്റ്റോക്കുകൾ ഏത് സെക്ടറിലാണ് വരുന്നതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഞാൻ പല ഇതിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഡാറ്റാ സെൻറ്റേഴ്സും ഇതിൻ്റെ എല്ലാം ആവിർഭാവം വരുന്നതുകൊണ്ടിട്ട് നമ്മൾ പവർ ഞാൻ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ പവറിലേക്ക് ഞാൻ കുറച്ച് ഭാഗം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്കിങ് ഫിനാൻഷ്യൽസിലേക്ക് കുറച്ച് അലോക്കേഷൻ കൊടുത്തിട്ടുണ്ട്. കംഫർട്ടബിൾ ആണ് എന്നുള്ള കൺസെപ്റ്റിൽ അതിലേക്ക് അലോക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ തന്നെ നമുക്ക് അറിയാവുന്ന മൊണോപ്പൊളി കമ്പനീസ് ഉണ്ട്. ഓക്കെ, അത് സ്റ്റോക്ക് റിലേറ്റഡ് കമ്പനീസ് തന്നെ മൊണോപ്പൊളി ഉണ്ട്. 2 കമ്പനീസ് ഡിയോപ്പൊളി കമ്പനീസ് ഉണ്ട്. അപ്പോൾ അതിലേക്കും ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. കോഫി ക്യാൻ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പോരായ്മ എന്താണെന്നാണ് സാറിന് തോന്നിയിട്ടുള്ളത്? പോരായ്മ ആയിട്ട് തോന്നുകയെന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ കൂടുതലും എല്ലാവരും പറഞ്ഞു കേൾക്കുന്നൊരു ഇതെന്താ വെച്ചെങ്കിൽ ലോങ് ടൈമിലേക്ക് ഇങ്ങനെ ഇപ്പോഴത്തെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നമുക്കൊരു 5 വർഷത്തിന് മേലെ ഏത് സെക്ടർ പെർഫോം ചെയ്യും അല്ലെങ്കിൽ ഏത് കമ്പനി നിലനിൽക്കും എന്നുള്ള ഒരു ഭീതി ഉണ്ട്. ഓക്കെ, കാരണം എന്താ AI വരുന്നതോട് കൂടിയിട്ട് നമ്മൾ ഇന്ത്യൻ IT ഒക്കെ നന്നായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭീതിയുണ്ട്, അത് റിയാലിറ്റി തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെക്ടർ വൈസ് അലോക്കേഷൻ നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്നത് ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കണ്ണും പൂട്ടി വിടുകയല്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചേഞ്ച് വരുന്ന സമയത്ത് നമ്മൾ 1, 2, 3, 4 ക്വാർട്ടറൊക്കെ ചേഞ്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് ശ്രദ്ധിക്കും. പിന്നെ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം നടത്തുന്നത് അല്ലെങ്കിൽ നടത്തിയിരിക്കുന്നത് ചിലപ്പോൾ ഒരു 3, 4, 5 വർഷം മുന്നേ ആയിരിക്കും. ഇപ്പോൾ നമുക്കറിയാം 2020, 2021 നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ഒരു 3 ഇരട്ടി 4 ഇരട്ടി ആയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ 30% അല്ലെങ്കിൽ 40% ഇറങ്ങിയിട്ടുള്ളൂ. ഓൾറെഡി ഇതേ സ്റ്റോക്സ് എല്ലാം തന്നെ 400%, 500% ഒക്കെ കയറിയിട്ടുണ്ടാവും. അവിടെ നിന്നും കുറച്ചേ താഴേക്ക് ഇറങ്ങുള്ളൂ. ആ ഒരു ഇതുണ്ട്. നമ്മളെപ്പോഴും മനസ്സിൽ കാണേണ്ട ഒരു സാധനം, ഒരു സ്റ്റോക്ക് ഇറങ്ങുകയാണെങ്കിൽ 0 വരെ പോവുള്ളൂ, പക്ഷെ കയറുകയാണെങ്കിൽ അതിന് ഇതില്ല. ഓക്കെ, ഈ കോഫി ക്യാൻ ഇൻവെസ്റ്റ്മെന്റ് ഷോർട്ട് ടേമിൽ
ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് എത്രത്തോളം യൂസ്ഫുൾ ആണ്? ഷോർട്ട് ടേം ട്രേഡേഴ്സിനെ സംബന്ധിച്ച് അത്ര യൂസ്ഫുൾ അല്ല. പക്ഷെ മാസ വരുമാനക്കാർക്ക് അല്ലെങ്കിൽ ചെറിയ ഇൻകം ആണല്ലോ പലരും ഇൻവെസ്റ്റ് ചെയ്യുന്ന മാസം ഇത്ര രൂപ എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് മറ്റേ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അവരെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരുമിച്ച് ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ആദ്യം സ്റ്റോക്ക് സെലക്ഷൻ നടത്തുന്നു, നല്ല കമ്പനീസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, എന്നിട്ട് ആ കമ്പനികളിൽ ഈക്വലായിട്ട് മാസം കിട്ടുന്ന എമൗണ്ട് അല്ലെങ്കിൽ എപ്പോഴാണോ അവർക്ക് എമൗണ്ട് വരുന്നത് കുറച്ചായിട്ട് ആഡ് ചെയ്ത് ഒരു വലിയൊരു സ്റ്റോക്കിൻ്റെ പോർട്ട്ഫോളിയോ ആയിട്ട് അതിനെ മാറ്റാം. നമ്മൾ ഈ ഉറുമ്പുകളൊക്കെ ധാന്യം ശേഖരിച്ച് വെക്കുന്ന പോലെ അല്ലെങ്കിൽ തേൻ ശേഖരിച്ച് വെക്കുന്ന പോലെ നമുക്ക് അങ്ങനെ ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ വൺ ടൈം അല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, ഗ്രാജുവൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ കൂടെ ലോങ് ഡിപ്പിൽ കിട്ടുന്ന സമയത്ത് നമുക്ക് വാങ്ങുകയും ചെയ്യും. ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും, അത് സ്റ്റോക്ക് ഇറങ്ങുന്ന സമയത്ത് ഗ്രാജുവലി ആഡ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിക്കേണ്ടത്? അപ്പോൾ നമുക്ക് ഗ്രാജുവലി ആഡ് ചെയ്യാം, മാസം ആഡ് ചെയ്യുമോ അല്ലെങ്കിൽ ഗ്രാജുവലി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് ഡിപ്പിലാണ് വാങ്ങേണ്ടത്. അതിന് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്യേണ്ടി വരും. അതിന് സാധാരണഗതിയിൽ നമുക്ക് വേണമെങ്കിൽ ബോളിംഗർ ബാൻഡ് യൂസ് ചെയ്യാം. ബോളിംഗർ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈസ് റേഞ്ച് ആണ് അതിലൂടെ. അതൊരു ബാൻഡാണ് ശരിക്കും പറഞ്ഞാൽ. അതിലൊരു മിഡിൽ ലൈൻ ഉണ്ടാവും, ഒരു അപ്പർ ലൈൻ ഉണ്ടാവും, ഒരു ലോവർ ലൈൻ ഉണ്ട്. അപ്പോൾ ഈ ബോളിംഗർ ബാൻഡിൻ്റെ ബോട്ടം ലെവലിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല സ്റ്റോക്സ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഈ സ്റ്റോക്ക് ഇറങ്ങി എന്തായാലും ഒറ്റയടിക്ക് കയറിപ്പോവില്ല, ഓരോ ഡിപ്പും ഉണ്ടാവും. ആ ഡിപ്പ് എല്ലാം എത്തുന്ന സമയത്ത് ഈ നോർമലി ഈ സ്റ്റോക്ക് ഒരു ബോളിംഗർ ബാൻഡിൻ്റെ ബോട്ടത്തിൽ ടച്ച് ചെയ്യും, ലോവർ ബാൻഡിൽ ടച്ച് ചെയ്യും. ഈ ടച്ച് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് കുറച്ചായിട്ട് അക്യുമുലേറ്റ് ചെയ്ത് പോകാം. അപ്പോൾ ലോ ലെവലിൽ നമുക്ക് ബൈ ചെയ്യാം. അതല്ല വേണമെന്ന് വെച്ചെങ്കിൽ മൂവിങ് ആവറേജ് നമുക്ക് അതിന് യൂസ് ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ ഒരു 200 മൂവിങ് ആവറേജിലൊക്കെ ടച്ച് ചെയ്യുന്ന സമയത്ത്, പക്ഷേ വളരെ റയറായിട്ടേ വരുള്ളൂ. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്കിലേക്ക് അക്യുമുലേഷൻ നടത്താം, അല്ലെങ്കിൽ 100 ഡേയോ 50 ഡേയോ മൂവിങ് ആവറേജ് നമുക്ക് അതിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഹൈയിൽ പോയി വാങ്ങില്ല. എപ്പോൾ സ്റ്റോക്ക് ഇറങ്ങുന്നു, നല്ല സ്റ്റോക്കുകൾ എപ്പോൾ ഇറങ്ങുന്നു ആ ബോട്ടം ലെവലിൽ നമുക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ട്രേഡിങ് രീതികൾ, ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ, ചിലർ കുറച്ച് ഷോർട്ട് ടൈമിലേക്ക് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വാങ്ങണം എന്നുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ അവരുടെ ഈ മൂവിങ് ആവറേജ് ഇടുന്നത് കുറച്ച് ടൈറ്റ് ചെയ്തിടണം, ഒരു 50 ഡേയിലേക്കൊക്കെ ഇടേണ്ടി വരും. എന്നാൽ വല്ലപ്പോഴൊക്കെ ബൈ ചെയ്താൽ മതി എന്നുള്ളതെങ്കിൽ 100 or 200 ഡേ മൂവിങ് ആവറേജ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ചോദിക്കുകയാണ്, പ്രേക്ഷകരോട് എന്താണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയുടെ ഒരു കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്താണ് പറയാനുള്ളത്? ആൻഡ് ഇത് ഭാവിയിലേക്ക് ഇപ്പം ഈ സാറിന് നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, 10 വർഷം കഴിയുമ്പോൾ പല കമ്പനികളുടെയും ഭാവി എന്താന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ടെക്നോളജി അഡ്വാൻസ് ആയി, ഇനിയിപ്പോൾ വരുന്നത് പലതിനും ആ ഒരു ലോങ് ടേം നമ്മൾ വിചാരിക്കുന്ന ഒരു സസ്റ്റൈനബിലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനികൾക്ക് സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് എത്രത്തോളം പ്രായോഗികമാകുമെന്നാണ് സാറിന് തോന്നുന്നത് ഭാവിയിലോട്ട്? നമ്മൾ എപ്പോഴും സ്റ്റോക്ക് സെലക്ഷൻ നടത്തുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഒരു 6, 7, 8 സ്റ്റോക്കിലായിരിക്കും കോഫി ക്യാനായാലും നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ ഇത് നല്ല മോട്ടുള്ള കമ്പനികളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്കറിയാം ഒരു കമ്പനി 10 വർഷം മുന്നേ നമ്മളൊരു സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം അതേ കമ്പനിയുടെ സോപ്പ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ബാങ്കിൻ്റെ കാര്യത്തിൽ തന്നെ 10 വർഷം മുന്നേ ഉള്ള അതേ ബാങ്ക് തന്നെയാണ് ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. എനിക്ക് കമ്പനി സ്പെസിഫിക് പറയാനുള്ള ലിമിറ്റേഷൻ ലോണാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ മോട്ടുള്ള കമ്പനികൾ നമ്മൾ എടുക്കുന്നു. അത്തരം കമ്പനികൾ എടുത്ത് ഇത്രയും കാര്യങ്ങളിലൂടെ ഫിൽറ്ററിലൂടെ നമ്മൾ കടത്തിവിടുന്നത്. ഈ ഫിൽറ്റർ ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്ക്രീനേഴ്സ് എല്ലാം യൂസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ വെറുതെ വിടല്ല, ഈ കമ്പനികൾ തന്നെ നമുക്ക് 6 or 7 കമ്പനി അല്ലെങ്കിൽ 10 കമ്പനിയുള്ളൂ, അനലൈസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ ക്വാർട്ടർലി റിസൾട്ടുകളും എല്ലാം വരുമ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിൽ ഉണ്ടാവും. അപ്പോൾ റിസ്ക് ഇല്ലാതിരിക്കാൻ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്താണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോഫി ക്യാൻ ആവുന്ന സമയത്ത് ഗുണം വെച്ചെങ്കിൽ നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലാണ്. ഒരാൾക്ക് അവർക്ക് എന്താണോ അവരുടെ പ്രവർത്തന മേഖല അതിൽ അവർക്ക് സുഖമായി പോവാം. ഇത് ഒരു എമൗണ്ട് കുറച്ചായിട്ട് എല്ലാ മാസവും മാറ്റുന്നതുകൊണ്ട് അതൊരു 10 വർഷമൊക്കെ കഴിയുന്ന സമയത്ത് വലിയൊരു ഹ്യൂജ് വെൽത്താണ് ബിൽഡായി വരുന്നത്. അപ്പോൾ അതിൽ ഇത്രയും നല്ലൊരു സ്ട്രാറ്റജി വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. താങ്ക് യു സോ മച്ച് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. താങ്ക് യു. ET ടോക്സിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.